ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതം സാധാരണ നിലയിലേക്ക് തിരികെ വരികയാണ്. ആ സമയത്തും തൻ്റെ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ തുടരുകയാണ് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഷാഹിദ് അഫ്രീദി. ഇന്ത്യ പാക് സംഘർഷത്തിന് പിന്നാലെ കറാച്ചിയിൽ നടന്ന പാകിസ്ഥാന്റെ വിജയ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അഫ്രീദി. ബുനിയാൻ മർസൂസ് എന്നു പേരിട്ട സൈനിക നടപടിയിലൂടെ പാക് സൈന്യം ഇന്ത്യക്ക് മറുപടി നൽകി വിജയിച്ചു എന്ന പേരിലായിരുന്നു പാകിസ്ഥാനിൽ ഈ റാലി നടത്തിയത്. ഇത് നടത്താൻ പാക് പ്രധാനമന്ത്രി തന്നെയാണ് ആഹ്വാനം നൽകിയത്. ഇന്ത്യൻ വ്യോമാക്രമണം പാകിസ്ഥാനിലെ സാധാരണക്കാരെയും കുട്ടികളെയും അവിടുത്തെ പള്ളികളെയും ലക്ഷ്യം വെച്ചായിരുന്നു എന്നാണ് ഈ മതവാദിയായ ഷാഹിദ് അഫ്രീദി പറയുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രകോപനപരമായ നടപടികളാണ് സംഘർഷത്തിന് ഇടയാക്കിയതെന്നും പാകിസ്ഥാൻ സ്വയം പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഈ ആക്രമണത്തിൻ്റെ അനന്തരഫലങ്ങൾ ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുകയാണെന്നും അഫ്രീദി പറയുന്നു. പാകിസ്ഥാനിലെ ഒന്നിലധികം വ്യോമത്താവളങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടും തലച്ചോറ് പണയം വെച്ച ഷാഹിദ് അഫ്രീദി പ്രകോപനപരമായ പരാമർശങ്ങൾ മാത്രമാണ് ഇപ്പോഴും നടത്തുന്നത്. ഇന്ത്യക്കെതിരെ തിരിച്ചടിച്ചതോടെ നമ്മുടെ സൈന്യത്തിൻ്റെ ശക്തി ലോകം മുഴുവൻ കണ്ടെന്നാണ് അഫ്രീദി അവകാശപ്പെടുന്നത്. പാകിസ്ഥാൻ്റെ പ്രതിരോധം ആർക്കും തകർക്കാനാവാത്തതാണെന്നും പാകിസ്ഥാനെ നേരിടുക എന്നത് വലിയ നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സിലാക്കി. പാകിസ്ഥാൻ സമാധാനം പുലരാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രകോപനം ഉണ്ടായാൽ ഇനിയും തിരിച്ചടിക്കുമെന്ന് കൂടി അഫ്രീദി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാർ നമ്മളെ വില കുറച്ച് കണ്ടു. അവർക്ക് നമ്മുടെ കഴിവുകളെക്കുറിച്ചോ നമ്മൾ ഉപയോഗിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ചോ അറിയില്ല. പാകിസ്ഥാനെ തൊട്ടാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന കാര്യം ഇപ്പോൾ നരേന്ദ്രമോദിക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഇയാൾ പറയുന്നത്. ബ്രഹ്മോസ് മിസൈൽ കണ്ട് നിലവിളിച്ചുകൊണ്ട് ഓടി അമേരിക്കയുടെ കാലിൽ വീണ് വെടിനിർത്തലിന് അപേക്ഷിച്ച പാകിസ്ഥാനെ ഇപ്പോഴും ശ്വാസം നേരെ വീണിട്ടില്ല. അഫ്രീദി സ്വന്തം രാജ്യത്തിന് വേണ്ടി കാര്യങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ട്. പക്ഷേ ഇയാൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ഇന്ത്യ തന്നെയാണെന്ന് ഷാഹിദ് അഫ്രീദി ആരോപിച്ചിരുന്നു. അരമണിക്കൂറോളം അവിടെ ആക്രമണം നടന്നിട്ട് ഒരു ഇന്ത്യൻ സൈനികൻ പോലും വന്നില്ല. സ്വന്തം ജനങ്ങളെ കൊന്നിട്ട് ആ പഴി പാകിസ്ഥാന് മേൽ ചുമത്തുകയാണ് എന്നായിരുന്നു അഫ്രീദിയുടെ ആരോപണം. കൂടെ ടീമിൽ കളിച്ചിരുന്ന ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയെ ഇസ്ലാം മതം സ്വീകരിക്കാൻ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്ന ആളാണ് ഈ അഫ്രീദി. അതോടെ ഡാനിഷ് കനേറി എന്ന കളിക്കാരൻ അമേരിക്കയിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. പാകിസ്ഥാൻ ടീമിലും മാന്യന്മാരായ കളിക്കാരുണ്ടെന്നും ഇൻസമാം ഉൾ ഹക്കും ഷോയബ് അക്തറും തനിക്ക് സപ്പോർട്ട് തന്നതായും കനേറിയ അന്ന് പറഞ്ഞിരുന്നു. ഈ അഫ്രീദികൾ എന്നത് യുദ്ധം ചെയ്യാൻ കൊതിക്കുന്ന ഒരു ഗോത്രവർഗമാണ്. യുദ്ധ വെറിയന്മാർ എന്ന് തന്നെ പറയാം. 1947 ആദ്യത്തെ ഇൻഡോ പാക് യുദ്ധത്തിനും കാരണക്കാർ ഈ അഫ്രീദി ഗോത്രത്തിൽപ്പെട്ട പടയാളികളായിരുന്നു. ആ പാരമ്പര്യം എന്തായാലും ഇയാൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ കാലം മാറിയതും ഇന്ത്യ കൈവരിച്ച പുരോഗതിയും ഒന്നും മതം മാത്രം തിന്ന് ജീവിക്കുന്ന ഇയാളുടെ തലയിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് തോറ്റോടിയ ഒരു യുദ്ധം ജയിച്ചെന്ന വീരവാദം മുഴക്കി വീണ്ടും ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്.